ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി മൂന്നാമത്തെ ക്ലാസ് ആണല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിച്ചത് അല്ലേ. ഓരോ ദിവസവും ഓരോ സ്റ്റിച്ച് വെച്ചിട്ട് പറയായിരിക്കും നല്ലത്. ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് സ്റ്റിച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓരോ ക്ലാസ് വെച്ചിട്ട് ഓരോ ദിവസം നോക്കി പഠിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ്. അപ്പോൾ നമുക്കത് എൻട്രി ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി റിങ്ങിൽ ക്ലോത്ത് വെച്ചിട്ട് നൂല് കോർത്തെടുക്കുക. സൂചിയിൽ 6 strands ആണ് നൂലെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. നൂല് കോർത്തിട്ട് കെട്ടിടുമ്പോൾ 2 എണ്ണം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് അല്ല കെട്ടിടേണ്ടത്, ഒരെണ്ണം മാത്രമായിട്ടാണ് കെട്ടിടേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താഴെ നിന്ന് സൂചി മെല്ലെ മുകളിലേക്ക് കുത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത് തന്നെ വീണ്ടും താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും മുകളിലേക്ക് കുത്തുക. റണ്ണിങ് സ്റ്റിച്ച് തന്നെ കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതേപോലെ തന്നെ ലെങ്ത്തിൽ സെയിം ആയിട്ട് ഒരേപോലെ ലെങ്ത്തിൽ വരണം. താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്നും താഴത്തേക്കും കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പായാലും ത്രെഡിൻ്റെ ലെങ്ത് ആയാലും ഒരേപോലെ കിട്ടണം. നല്ല വൃത്തിയിൽ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴത്തേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. എൻഡിങ്ങിൽ എന്നിട്ട് താഴെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിപ്പടി ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ത്രെഡാണ് എടുക്കുക. അതും സൂചിയിൽ കോർത്തെടുക്കുക. അതുപോലെ തന്നെ ഒരു നൂലിൽ കെട്ടിട്ട് കൊടുത്ത് വിപ്പടി സ്റ്റാർട്ട് ചെയ്യാം. വിപ്പടി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയോടെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ മുകളിലേക്ക് ത്രെഡ് വലിച്ചെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സ്റ്റിച്ചിൻ്റെയും താഴെ നിന്ന് മുകളിലേക്ക് ത്രെഡ് വലിച്ചെടുക്കുക. കാണുന്ന പോലെ അങ്ങനെ കെട്ടുകൂടാതെ സ്റ്റിച്ച് ചെയ്ത് പോവാം. വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ അത്രയ്ക്ക് ക്ഷമ വേണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. എന്തൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മടുപ്പൊന്നും വരില്ല കേട്ടോ. മാത്രമല്ല ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലുക്ക് കാണാനായിട്ട് നമ്മൾ അത്രയധികം ആകാംക്ഷയിലും ആയിരിക്കും. എൻഡിങ്ങിലാവുമ്പോൾ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴെ കുഞ്ഞൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ഒരു പിക്ചറിലേക്ക് ചെയ്യാം അല്ലേ. അതിനായിട്ട് ഒരു പിക്ചർ വരച്ചിട്ട് റിങ്ങിലെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നൂല് കോർത്തിട്ട് ആദ്യത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാക്ക് നൂലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 6 strands നൂല് എടുത്തിട്ട് അങ്ങനെ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് പോവുക. ലാസ്റ്റ് ആകുമ്പോൾ ചീത്തവശത്തേക്ക് കുത്തിയിറക്കിയിട്ട് താഴെ കുഞ്ഞൊരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുക്കുക എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വിപ്പടി ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ത്രെഡ് എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് കളർ ത്രെഡ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇത് താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. തൊട്ടടുത്ത ബ്ലാക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. ഓരോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും ഓരോ പ്രാവശ്യങ്ങളും വേറൊരു ഡിസൈനിൽ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ ഈ സ്റ്റിച്ച് കൂടുതൽ മനസ്സിലാവുള്ളൂ.
എളുപ്പത്തിൽ കോർത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്. പക്ഷെ കോർക്കുമ്പോൾ വരാതെ ഓരോ പൊസിഷനിൽ തന്നെ കോർത്ത് പോവാം. താഴെ നിന്ന് മുകളിലേക്ക് അങ്ങനെ കോർത്ത് എടുത്താൽ മാത്രം മതി കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴെ കെട്ടിടുക. ക്ലോത്ത് ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വലിച്ചിട്ട് കെട്ടിടണം. ബാക്കി വന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ഇതാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ്. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വേറൊരു ഡിസൈനിൽ ചെയ്ത് നോക്കണേ.